നമുക്കൊരു വേദഭാഗം വായിക്കാം. ഹോശയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഹോശയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ 6-ാമത്തെ അവസാന ഭാഗം കൂടെ ചേർത്ത് വായിക്കുകയാണ്. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല. എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് നൽകി തന്ന തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. കർത്താവെ, അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് വ്യക്തിപരമായി അറിയുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഈ രാത്രികാലം അങ്ങേക്ക് ഞങ്ങളോട് സംസാരിപ്പാനുള്ളത് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അടിയനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. തിരുഹിതമില്ലാത്ത ഒരു വാക്കും അടിയുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുവാൻ അവിടുന്ന് സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ്. എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹോശേയ പ്രവാചകനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആരും വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഹോശേയ പ്രവാചകൻ വിവാഹം കഴിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സമൂഹത്തിൽ എല്ലാവരാലും പരിഹസിക്കപ്പെടുന്നതായ ഒരു വ്യക്തിത്വം, ആ വ്യക്തിയാണ് ആമേൻ, സ്തോത്രം, പ്രവാചകൻ വിവാഹം കഴിച്ചത്. നമുക്കറിയാം, പഴയകാല പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കൂടെയാണ് കർത്താവ് ഈ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവരെ ഒരു അടയാളമാക്കി വെച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനത്തെ കുറിച്ച് ഈ ജനത്തിന് ആമേൻ, സ്തോത്രം, വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ ജീവിതത്തെ ആമേൻ, സ്തോത്രം, കർത്താവ് പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കാതെ ഒരു ഭാര്യ അകന്നു പോയാൽ എത്രത്തോളം വേദന ആ പ്രിയപ്പെട്ടവൻ അനുഭവിക്കുമോ, അതുപോലെ കർത്താവ് തന്റെ ജനം അകന്നു പോകുമ്പോൾ, അവർ അവിശ്വസ്തരായി തീർന്നപ്പോഴൊക്കെയും ദൈവം എത്രത്തോളം വേദന സഹിച്ചു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈ പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ബന്ധം കർത്താവ് അനുവദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിവാഹബന്ധമായിട്ടാണെങ്കിലും നാം അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ നമ്മൾ വായിച്ചതായ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, ഞാൻ യഹൂദ ഗൃഹത്തോട് കരുണ കാണിക്കും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? മറ്റാരെയോ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ആരെയോ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതാ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിച്ചത്. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല. ഒരു വിഭാഗത്തെ ഒട്ടും കരുണ കാണിക്കാതെ അവരോട് ക്ഷമിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ കർത്താവ് പറയുകയാണ്, മറ്റേ വിഭാഗത്തെ അഥവാ യഹൂദ ഗൃഹത്തെ അവരോട് ഞാൻ കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവരെ ഞാൻ എങ്ങനെ രക്ഷിക്കും? വില്ലുകൊണ്ടല്ല, വാൾ കൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, കുതിരകളെ കൊണ്ടല്ല, കുതിരച്ചേവകരെ കൊണ്ടല്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്. ഈ ഇസ്രായേൽ ഗൃഹത്തോട് കരുണ കാണിക്കുകയില്ലെന്ന് പറയാൻ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവസന്നിധിയിൽ ദാവീദിന് ശേഷം ആമേൻ രാജാവായിരുന്ന ശലോമോൻ അവിശ്വസ്തനായി തീർന്നത് കൊണ്ട് ദൈവം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തെ മാറ്റിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ഞാൻ അങ്ങനെ വാഗ്ദത്തം പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെ പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഈ ജനം എന്റെ സന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചത് കൊണ്ട്
ആമേൻ സ്തോത്രം. ചരിത്രം നമുക്കറിയാം. 10 ഗോത്രമായും 2 ഗോത്രമായും ആമേൻ തിരിക്കുവാനിടയായി തീർന്നു. ഈ യഹൂദ ഗൃഹം എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം എണ്ണത്തിൽ കുറഞ്ഞവരാ. ഇസ്രായേലിൽ ആമേൻ കൂടുതൽ ആമേൻ ഹല്ലേലൂയ അംഗങ്ങൾ ഉണ്ടെങ്കിലും അവർ ദൈവസന്നിധിയിൽ അവിശ്വസ്തരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ജനമായതുകൊണ്ട് കർത്താവ് പറയുക, ഇനി ഇത്രയും നാൾ ഞാൻ സഹിച്ചു, ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു, ഇത്രയും നാൾ ഞാൻ കരുണ കാണിച്ചു, പക്ഷെ ഇനി അവിടെ എഴുതിയിട്ടുണ്ട്, ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ഞാൻ ക്ഷമിക്കയില്ല, ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ഞാൻ കരുണ കാണിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യഹൂദ ഗൃഹത്തോട് കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. എന്താ അതിന്റെ അർത്ഥം? ആമേൻ സ്തോത്രം. നമ്മളോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ നമ്മളും ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താ? ഒരുപക്ഷെ വില്ല് ഉപയോഗിച്ചിട്ടായിരിക്കും എനിക്കൊരു രക്ഷ ലഭിക്കുന്നത്, അല്ലെങ്കിൽ വാൾ കൊണ്ടായിരിക്കും, യുദ്ധം കൊണ്ടായിരിക്കും, കുതിരകളെ കൊണ്ടായിരിക്കും, കുതിര ചേവകരെ കൊണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഞാനും നീയും ചിന്തിക്കുന്ന ഒരു മുഖാന്തരങ്ങളിൽ കൂടെയുമല്ല, നാം പ്രതീക്ഷിക്കുന്ന ഒരു വഴിയിൽ കൂടെയുമല്ല കർത്താവ് വിടുതൽ തരുന്നത്. കർത്താവ് രക്ഷ നൽകുന്നത് നാം ചിന്തിക്കുന്നതായ യാതൊന്നും ഉപയോഗിച്ചിട്ടല്ലെന്ന്. അതാ വാക്കിന്റെ അർത്ഥം. നമ്മൾ ചുറ്റും നോക്കിയിട്ട് പലതും ചിന്തിക്കും. ആ വ്യക്തിയായിരിക്കും ഒരു വേള എന്നെ സഹായിക്കുന്നത്, ആ വ്യക്തി എന്തായാലും എന്നെ സഹായിക്കും. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു വേള ബന്ധുമിത്രാദികളെ ആയിരിക്കാം ചിന്തിക്കുന്നത്, മറ്റെന്തെങ്കിലും സോഴ്സ് ആയിരിക്കാം. നമ്മൾ കരുതുന്ന പലതും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന നന്മ വെളിപ്പെടുവാൻ തക്കവണ്ണം സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ നിന്നായിരിക്കും വിടുതൽ വരുന്നത്, ഇവിടെ നിന്നായിരിക്കും രക്ഷ വരുന്നത്, അവരായിരിക്കും എന്നെ സഹായിക്കുന്നത്. എന്തായാലും അവരുണ്ടല്ലോ, ആ വ്യക്തി ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ ധൈര്യപ്പെടുവാൻ പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് പറയുകയാണ്, അങ്ങനെ ഒന്നുമല്ല രക്ഷിക്കാൻ പോകുന്നത്. തലമുറയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു വഴിയിൽ കൂടിയായിരിക്കും, ഈ ഒരു സാധ്യതയിൽ കൂടിയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? അല്ലെങ്കിൽ ഭവനത്തോടുള്ള ബന്ധത്തിലായിരിക്കും, ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കും, എൻ്റെ മേലധികാരികൾ എന്നോട് കരുണ കാണിക്കും, അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല. പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഞാനും നീയും ചിന്തിക്കുന്ന, നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പല സാധ്യതകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയുകയാണ്, അതിൽ കൂടെ ഒന്നുമല്ല ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 75-ന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 75-ാം സങ്കീർത്തനം 6-ാം വാക്യം, കിഴക്കു നിന്നല്ല പടിഞ്ഞാറു നിന്നുമല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? 3 ദിക്കേ ഉള്ളോ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. അവിടെ നിന്നൊന്നുമല്ല ഉയർച്ച വരുന്നത്. പിന്നെ എവിടെ നിന്നായിരിക്കും? ഒരു കാര്യം അവിടെ വിട്ടുപോയിട്ടുണ്ട്, ഒരു ദിക്ക്, വടക്ക്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. അത് ഇനി പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാത്തതാണോ? അല്ല. ആമേൻ സ്തോത്രം. 48-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 48-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 48-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. മതി. അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. ഉത്തരഗിരി എന്ന് പറഞ്ഞാൽ എന്താ? വടക്ക് ഭാഗത്താണ്, ഉത്തര ദിക്ക്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ആമേൻ വടക്ക് ഭാഗത്താണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ 75-ാം സങ്കീർത്തനത്തിലും വടക്കിനെ കുറിച്ച് പറയുന്നില്ല. കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. അപ്പൊ പിന്നെ എവിടെ നിന്നായിരിക്കും? വടക്ക് നിന്ന്, അഥവാ ദൈവസന്നിധിയിൽ നിന്ന്. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. എന്നിട്ട് പറയുകയാണ്, അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു.
അഥവാ ഈ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സിയോൻ പർവ്വതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയും അതിന്റെ അരമനകളിൽ, അത് സർവ്വഭൂമിയുടെയും ആനന്ദ വിഷയമാ. ദൈവിക സാന്നിധ്യം വെളിപ്പെടുന്ന ഇടം, ദൈവ തേജസ് വെളിപ്പെടുന്ന ഇടം, ദൈവം അധിവസിക്കുന്ന ഇടം. പ്രൈസ് ദി ലോർഡ്. അത് സർവ്വഭൂമിയുടെയും ആനന്ദം എന്ന് മാത്രമല്ല, അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുക. അഥവാ നിലവിളിക്കുമ്പോൾ ആമേൻ ആരും സഹായിപ്പാൻ ഇല്ലെന്ന് പറയുമ്പോൾ, വേദനിക്കുമ്പോൾ ഹല്ലേലൂയ എവിടെ നിന്നൊരു വിടുതൽ വരുമെന്ന് ആമൻ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാ. അതിന്റെ അരമനകളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു കോട്ടയായി വെളിപ്പെടുകയാ, നിനക്ക് വേണ്ടി ഒരു സങ്കേതമായി വെളിപ്പെടുകയാ. എവിടെ പോയി ഓടി ഒളിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, എവിടെയാ എനിക്കൊരു പ്രൊട്ടക്ഷൻ എന്ന് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുകയാ, അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുകയാ. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിൽ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ, അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്നുമല്ല ദൈവം രക്ഷിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ദൈവം തരാൻ പോകുന്നത് ഈ ചിന്തിക്കുന്ന മുഖാന്തരങ്ങളിൽ കൂടി ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വില്ലുകൊണ്ട് ഒരു വേള എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കാം. അതിനെ തിരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ആമേൻ സ്തോത്രം നാം വായിക്കുന്നുണ്ട്. 46-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ, അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അപ്പൊ ഈ വില്ലുകൊണ്ട് കാര്യമുണ്ടോ? നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അപ്പൊ ഈ വില്ലുകൊണ്ട് വല്ല രക്ഷയുണ്ടോ? വിടുതലുണ്ടോ? വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വില്ലിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇനി വാളുണ്ട്. വാൾ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? 44-ാം സങ്കീർത്തനം 6-ാം വാക്യം. 44-ാം സങ്കീർത്തനം 6-ാം വാക്യം, എന്റെ വാൾ എന്നെ രക്ഷിക്കയില്ല. ആമേൻ സ്തോത്രം. ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കയില്ല. അതൊന്ന് വായിച്ച് 44-ന്റെ 6-ാം വാക്യം. ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കയില്ല, എന്റെ വാൾ. ആമേൻ. അപ്പൊ വാളുകൊണ്ടും കാര്യമില്ല. തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്, ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കയില്ല, എന്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. അപ്പൊ വില്ല് മാത്രല്ല, വാളുണ്ടായിട്ടും കാര്യമില്ല. തിരിച്ചറിഞ്ഞവൻ, മനസ്സിലാക്കിയവൻ ആമൻ വ്യക്തമായും അവിടെ വിളിച്ചു പറയുകയാണ്, ആമൻ സ്തോത്രം, ഞാൻ ആശ്രയിക്കുന്നത് എന്റെ വില്ലിലല്ല. ആമൻ സ്തോത്രം, ഞാൻ ആശ്രയിക്കുന്നത് എന്റെ വാളിലുമല്ല. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതേ സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എങ്ങനെയാ പിന്നെ നേടിയത്? തങ്ങളുടെ വാളുകൊണ്ടല്ല. 3-ാം വാക്യം, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. പിന്നെ എങ്ങനെയാ? നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ജയം നേടിയത്. ആമേൻ സ്തോത്രം. അനുഭവിച്ചവർ, കണ്ടവർ. ഇന്നിപ്പോ നമ്മൾ യുദ്ധമൊന്നും കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അന്നത്തെ ജനം നേരിൽ കണ്ടതുപോലെയും ആ അനുഭവങ്ങളിലൂടെ പ്രവാസികളായിട്ടൊക്കെ കടന്നു പോയതുപോലെയുമുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ ഫേസ് ടു ഫേസ് നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടവൻ, അറിഞ്ഞവർ, അനുഭവിച്ചവർ പറയുകയാണ്, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, ഈ ജനത്തിന് കഴിവുള്ളത് കൊണ്ട്, അവർക്ക് പറ്റുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അവരതിന് തക്കവണ്ണം ആമേൻ സ്തോത്രം ഹല്ലേലൂയ സാമർഥ്യമുള്ളവരായത് കൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്, അങ്ങനെയല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. യുദ്ധം നടത്തിയിട്ടല്ല, വാളുകൊണ്ടല്ല, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വ്യക്തമായി പറയുകയാ, എങ്ങനെയാ ജയം നേടിയത്? നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ.
അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആമേൻ സ്തോത്രം, വാളുണ്ടായിട്ടും ഒന്നും നടന്നിട്ടില്ല, വില്ലുണ്ടായിട്ടും ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ടല്ല അവർ ജയം നേടിയത്. അവർ ഈ ദേശത്തെ അവകാശമാക്കിയത് തങ്ങളുടെ വാളുകൊണ്ട് യുദ്ധം നടത്തിയിട്ടല്ല, അവർക്ക് വില്ലുണ്ടായിരുന്നത് കൊണ്ടല്ല, ഹല്ലേലൂയ, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. ആമേൻ, അവർ സേവിച്ച ദൈവത്തിന്റെ വലം കൈ, ആമേൻ, അവിടുത്തെ വിശുദ്ധ ഭുജം, ഹല്ലേലൂയ, അവിടുത്തെ മുഖപ്രകാശം, ഹല്ലേലൂയ, അങ്ങനെ മാത്രമാണെന്ന് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാ. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ സ്തോത്രം, ഹൃദയത്തിനകത്തുള്ളതായ സംശയ വിചാരങ്ങളെ കുറിച്ച് ആമേൻ വിധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാ. ആമേൻ, നീ സംശയിക്കുന്നതായ യാതൊന്നിൽ കൂടെയുമല്ല, പ്രതീക്ഷിക്കുന്ന യാതൊന്നിൽ കൂടെയുമല്ല, ആമേൻ സ്തോത്രം, ഈ ജനം ആമേൻ വിടുതൽ അനുഭവിച്ചത് വ്യക്തമായും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാ. തിരിഞ്ഞു നോക്കുമ്പോൾ അനേക കഥകൾ കേട്ടിട്ടുണ്ട്, അനേക ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്, അനേക സംഭവ കഥകൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിർമ്മിത കഥയായിട്ടല്ല, ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ ജനം ആമേൻ അവർക്ക് ഒരിക്കലും അവകാശമായി ലഭിക്കാതെ പോയതായ ആ ദേശത്തെ അവർ കൈവശമാക്കിയത് അവരുടെ സ്വന്തം ഭുജം കൊണ്ടല്ലെന്ന് ഈ സ്വർഗത്തിലെ ദൈവം, അവർ സേവിച്ച ദൈവം, അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവം, അവർ പ്രാർത്ഥിച്ച ദൈവം, ആമേൻ സ്തോത്രം, അവരെ അടുത്തറിഞ്ഞ ദൈവം, ഹല്ലേലൂയ, തന്റെ വലം കൈയാൽ, തന്റെ ഭുജത്താൽ, തന്റെ മുഖപ്രകാശം അവർക്ക് നേരെ ചൊരിഞ്ഞിട്ട് അങ്ങനെയാ ഈ ജനത്തെ ആമേൻ നടത്തിയതെന്ന്, അവർക്ക് ഈ ദേശം കൈവശമാക്കി കൊടുത്തതെന്ന്. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീരുന്നില്ല, അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? എങ്ങനെയാണ് അവർ ഈ ദേശം നേടിയത്? ഈ ജയം എങ്ങനെ നേടിയത്? അതിനുള്ള കാരണം എന്താ? അതിന്റെ പുറകിലുള്ള കാര്യം എന്താ? നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അതൊരു സീക്രട്ടാ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഒരു രഹസ്യം. ഹല്ലേലൂയ. മറ്റു കാര്യമൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പറയുകയാണ്, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ഈ ദൈവം ഈ ജനത്തെ സഹായിച്ചത്. ആമേൻ, വില്ലുകൊണ്ടല്ല, വാളുകൊണ്ടല്ല, യുദ്ധം നടത്തിയിട്ടല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്കൊരു രക്ഷിതാവ് ഉണ്ടായിരുന്നു, അവർക്കൊരു ഗാർഡിയൻ ഉണ്ടായിരുന്നു, അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, അവരെ നടത്തുവാൻ, അവരെ ലീഡ് ചെയ്യുവാൻ, അവരെ ഗൈഡ് ചെയ്യുവാൻ. ആമേൻ സ്തോത്രം, അവർക്കൊരു ഗാർഡിയൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചോദിക്കാനും പറയുവാനും ആരുമില്ലാത്തവളല്ല നീ എന്ന്. ആമേൻ സ്തോത്രം, വരുന്നവനും പോകുന്നവനും, ആമേൻ സ്തോത്രം, നിന്നെ ഞോണ്ടിയിട്ട് കടന്നു പോകുവാൻ, ആമേൻ ഹല്ലേലൂയ, ചോദിക്കുവാനും പറയുവാനും ആരുമില്ലാത്ത വ്യക്തി അല്ലെന്ന്. ഹല്ലേലൂയ. ഈ രാത്രികാലം അത് ഉറപ്പിക്കണം. എനിക്കൊരു രക്ഷിതാവുണ്ട്, എനിക്കൊരു ഗാർഡിയൻ ഉണ്ട്, ഞാൻ അനാഥയല്ല. പ്രൈസ് ദി ലോർഡ്, ഞാൻ അനാഥനല്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താന്നാ പറഞ്ഞത്? നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നോട് എന്റെ ദൈവത്തിന് പ്രീതി ഉണ്ടോ? പ്രീതി എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെങ്കിലും പേരാണോ? പ്രീതി, പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടം, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവ് ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ സംഖ്യയിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല യഹോവ നിങ്ങളുടെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. പിന്നെ എന്തുകൊണ്ടാ? അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ സംഖ്യയിൽ വളരെ ചുരുക്കമായിരുന്നു. അഥവാ ഹല്ലേലൂയ, ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ എത്രയോ വലിയ ജാതികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എത്രയോ വലിയ ജാതികൾ, എന്ന് വെച്ചാൽ എണ്ണത്തിൽ പെരുപ്പമുള്ള എത്രയോ ജാതികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ സ്വർഗത്തിലെ ദൈവം സംഖ്യയിൽ ചുരുക്കമായതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയായിരിക്കും? അല്ലെങ്കിൽ പിശാച് പറയും, ഇത്രയും വലിയ ജാതിയുടെ ദൈവം എന്ന് പറയുവാൻ വേണ്ടി വലിയ എണ്ണത്തിൽ പെരുപ്പമുള്ളവരെ ഈ ദൈവം തിരഞ്ഞെടുത്തെന്ന് പറയും. ഹല്ലേലൂയ. ശത്രു പറയാതിരിക്കുവാൻ എന്ന് വെച്ചാൽ, ആമേൻ സ്തോത്രം, ഈ ഏകനായി വിളിച്ച അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ എത്രയോ വലിയ ജാതികളുടെ? അല്ലെങ്കിൽ ഇസ്രായേൽ ജനം എണ്ണത്തിൽ ചുരുക്കമായിരിക്കുമ്പോൾ അവരെ തള്ളിയിട്ട് വേറെ ഇഷ്ടംപോലെ ജാതികളെ തിരഞ്ഞെടുക്കാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത് ഏകനെ. ആമേൻ. ചുരുക്കമായിരുന്നതിനെ, എണ്ണത്തിൽ ചുരുക്കമായതിനെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു.
ഞാൻ പറഞ്ഞത്, കൂടുതൽ അംഗസംഖ്യയുള്ള ജനത്തെ തിരഞ്ഞെടുത്ത ദൈവമല്ല നമ്മുടെ ദൈവം. എന്നിട്ടും എണ്ണത്തിൽ ചുരുക്കമായിരുന്ന അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ശരിക്കും പറഞ്ഞാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ, പഴയ നിയമ പ്രവാചകന്മാരുടെ ആമേൻ പ്രവചനത്തിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ആമേൻ സ്തോത്രം, ഈ ജനം ഈ ദൈവത്തെ ഉപേക്ഷിച്ചു. അവർ പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുക, വെള്ളമില്ലാത്ത കിണറുകളെ കുഴിച്ചിരിക്കുക, അന്യദേവന്മാരെ പുറകെ പോയിരിക്കുക. അവിടെ ദൈവാത്മാവ് ദുഃഖത്തോടുകൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആമേൻ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കണം, കേദാരിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിക്കണം. എന്താ അന്വേഷിക്കേണ്ടത്? ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിപ്പാൻ കഴിയാത്ത, സങ്കടങ്ങളെ അറിയാത്ത ആ ദേവന്മാരെ പോലും ഈ സേവിക്കുന്ന ജാതികൾ അവര് മാറ്റിയിട്ടില്ല. അവരാ കാര്യത്തിൽ വിശ്വസ്തരാ. അവരൊരിക്കലും അവരുടെ ദേവന്മാരെ മാറ്റിയിട്ടില്ല. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? പക്ഷെ എന്റെ ജനം, ഹല്ലേലൂയ, കർത്താവ് വേദനയോടെ പറയുക, എന്റെ ജനം പ്രയോജനമില്ലാത്തതിന് പകരം എന്നെ മാറ്റിക്കളഞ്ഞിരിക്കുകയാ. അവർ വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുക. അവർക്കറിയാം അതിൽ വെള്ളമില്ലെന്ന്. ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട്. പ്രൈസല്ലോ. ഞാൻ പറഞ്ഞത്, മനുഷ്യർ അഥവാ ദൈവം തന്റെ ജനമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത ഈ ജനം പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. അവർ പാർത്ത ദേശത്തെ ആചാരങ്ങളുടെ പുറകെ പോയി. അവിടുത്തെ മര്യാദകൾക്കനുസരിച്ച് അവർ ജീവിതം നയിച്ചു. ആ ജാതികളോട് അവർ കൂടിക്കലർന്നു. പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവം ഞങ്ങളെ നടത്തുന്നത് ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എങ്ങനെ? ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം എന്ന് അവർ പറഞ്ഞത്. പ്രൈസല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, ജാതികളെ പോലെ ഞങ്ങൾക്കാകണം. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണമെങ്കിൽ എത്രയോ ജാതികളെ, മറ്റു ജാതികളെ തിരഞ്ഞെടുക്കാമായിരുന്നു. നിങ്ങൾ ഇന്നു മുതൽ എന്റെ ജനമാണെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കാമായിരുന്നു. ഇവര് ചെയ്യുന്നത് പോലെ, ഇവർ അന്യദേവന്മാരെ പുറകെ പോകുന്നത് പോലെ ദൈവത്തിന്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്, ദൈവത്തിനും അങ്ങനെ ചെയ്യാമായിരുന്നു. എന്തിനാ ഈ ഒറ്റൊരു വ്യക്തിയായിട്ട് വിളിക്കുന്ന? എന്തിന്? എത്ര നാള് കാത്തിരിക്കണം ഇതെല്ലാം വർദ്ധിച്ചു ഉണ്ടാവണമെങ്കിൽ? അതോ വിളിച്ചു പുള്ളിക്കാണെങ്കിൽ മക്കളും ഇല്ല? ചിന്തിച്ചു നോക്കിക്കേ, എത്ര പണിയുണ്ട്, എത്ര വർഷങ്ങൾ എടുക്കും. അതേസമയം പെറ്റുപെരുകി വർദ്ധിച്ച് ദേശം മുഴുവൻ അടക്കി വാഴുന്ന എത്രയോ ജാതികളുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തൂടെ? എനിക്ക് നിങ്ങളെ മതി, നിങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തിന്, ഇത്രയും വലിയ ജനത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞിരിക്കാനൊരു, അല്ലേ? പക്ഷേ അവിടെ കർത്താവ് ഏറ്റവും ചുരുക്കമായതിനെ തിരഞ്ഞെടുത്തു. എന്നിട്ടാ പറയുന്നത്, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഈ അനുസരിക്കാത്തതിനെ, ഈ തള്ളി പറയുന്നതിനെ, എപ്പോ ഒരു അവസരം കിട്ടി അപ്പോ ഒറ്റിക്കൊടുക്കുന്നതിനെ, വേണ്ടെന്ന് പറയുന്നതിനെ, പഴയ പണിക്ക് പോകുന്നതിനെ, ഹല്ലേലൂയ, തിരഞ്ഞെടുത്തിട്ട് അവിടെ എഴുതിയിരിക്കുക, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പ്രൈസല്ലോ. ഒരിക്കലും ഇഷ്ടപ്പെടുന്ന സ്വഭാവം അല്ലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്നിട്ടും അവിടെ എഴുതിയിരിക്കുക, ഈ കർത്താവ് അവരെ സ്നേഹിച്ചു. കർത്താവിന് അവരോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ആമേൻ സ്തോത്രം, ദേശത്തെ കൈവശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിച്ചത്. അവർക്ക് വേണ്ടി തന്റെ വലം കൈയും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഭുജവും മുഖപ്രകാശവും എല്ലാം കർത്താവ് അവരുടെ മേൽ ആമേൻ പ്രസാദിച്ച് ചൊരിയുവാൻ കാരണം അവരോട് ഈ കർത്താവിന് പ്രീതി ഉണ്ടായിരുന്നത് കൊണ്ട്. ആമേൻ. വ്യക്തിപരമായ ജീവിതത്തിൽ ഈ രാത്രികാലം നിങ്ങളോട് ദൈവാത്മാവിൽ ചോദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാ, എന്നെയും ചേർത്ത്. ആമേൻ സ്തോത്രം, നമ്മിൽ ഈ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? നമ്മോട് കർത്താവിന് പ്രീതിയുണ്ടോ? പ്രൈസലോ. പലപ്പോഴും നമ്മൾ പറയില്ലേ, എത്ര നാളുകളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്തോരം പ്രവാചകന്മാര് ദൂത് പറഞ്ഞു, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. നടന്ന വിഷയങ്ങളുണ്ട്, നടക്കാത്തത് പറയുന്നതാണല്ലോ നമുക്ക് ഇഷ്ടം. നടന്നത് നമ്മൾ മിണ്ടില്ല. പ്രൈസലോ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിക്കണം, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം, എന്നോട് എന്റെ ദൈവത്തിന് പ്രീതിയുണ്ടോ? എന്റെ ദൈവത്തിന് എന്നോട് ഇഷ്ടമുണ്ടോ? എന്റെ കർത്താവിന് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എന്റെ ദൈവം ആമേൻ ഹല്ലേലൂയ പ്രസാദിക്കുന്ന പ്രവൃത്തികൾ, വാക്കുകളാണോ എന്റെ ജീവിതത്തിലുള്ളത്? ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ആ വഴിക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് പലതിന്റെ ഉത്തരം കിട്ടും.
പല വിഷയങ്ങൾ, പല വാഗ്ദത്തങ്ങളും നിവൃത്തീകരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന്. നമ്മളിങ്ങനെ പ്രവചനം കേട്ട് ഞാൻ ചോദിക്കട്ടെ, എത്ര കേട്ടാലും നമുക്ക് തൃപ്തി വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ കേട്ടിട്ട് എന്താ കാര്യം? ഇന്ന് കേട്ടത് പോരാ, നമുക്ക് നാളെയും കേൾക്കണം. അതും പോരാ, അടുത്ത ദിവസം കേൾക്കണം. അതുപോരാ, അതിന്റെ അടുത്ത ദിവസവും നമുക്ക് കേൾക്കണം. അപ്പൊ നമ്മൾ ഇത് കേട്ടിട്ട് എന്താ പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തടസ്സം ഇതാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ കർത്താവിന് അവരോട് പ്രീതി ഉണ്ടായിരുന്നു. നമ്മോട് ഈ ദൈവത്തിന് പ്രീതി ഉണ്ടോ? ഇല്ലെങ്കിൽ എന്റെ ഈ സംസാരം കർത്താവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതിലൊരു ക്രമീകരണം വരുത്തും. നമുക്കൊരു തീരുമാനം എടുക്കാം. പ്രവചനമൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി താമസിക്കുന്നത്? ആ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. അതങ്ങനെ പോട്ടെ. ആമേൻ. വില്ലൊടിച്ച് കുന്തമുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടു കളയുന്ന ദൈവം. വില്ലുകൊണ്ടല്ല അവർ ജയം നേടിയത്, വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അപ്പൊ യുദ്ധം കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് എന്താ? കുതിരകളെ കൊണ്ട് വല്ലതും നടക്കുവോ? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യങ്ങൾ 21 അധ്യായത്തിന് 31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. നല്ല കുതിരയുണ്ട് അല്ലെ, നന്നായിട്ട് യുദ്ധകളത്തിലൊക്കെ പരിചയമുള്ള കുതിരയാണ്. എല്ലാ ചമയങ്ങളും ഇട്ട് കുതിരയെ അവൻ യുദ്ധത്തിന് സജ്ജമാക്കിയിരിക്കുക. പക്ഷേ അവിടെ വായിക്കുന്നത് കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുതിരയെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? 20-ാം സങ്കീർത്തനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട്, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആശ്രയിക്കുന്നവരുണ്ട്. കുതിരയുടെ ആ ഒരു ആകാരം കണ്ടിട്ട്, അതിന്റെ ശക്തി കണ്ടിട്ട് അതിൽ ആശ്രയിക്കുന്നവരുണ്ട്. കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഭക്തൻ ആശ്രയം അതിലല്ല. അതാ നമ്മളിവിടെ വായിച്ചത്, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. കുതിരയെ കൊണ്ടും സാധ്യമല്ല. ഇനി കുതിരച്ചേവകരെ കൊണ്ട് വല്ലതും നടക്കുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനം 9-ാം വാക്യം ഒന്ന് വായിച്ചു. 78-ാം സങ്കീർത്തനം 9-ാം വാക്യം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഓർത്തു നോക്കിക്കേ, ഇവര് വില്ലാളികളാണ്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ പിന്തിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്നാണ്? യുദ്ധ ദിവസത്തിലാ. അതുവരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നു. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന വില്ലാളികളാണ്. സകല കലാവല്ലഭന്മാർ എന്ന് പറയുന്ന പോലെ യുദ്ധത്തിന്റെ സകല തന്ത്രങ്ങളും അറിയാം, എല്ലാ കഴിവും ഉണ്ട്. വില്ലാളികളാണ്, തികഞ്ഞ പോരാളികളാണ്. ഏത് ആയുധവും ഉപയോഗിച്ച് യുദ്ധം നടത്തുവാനുള്ള കഴിവുള്ളവരാ എഫ്രൈമ്യർ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാ, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. യുദ്ധ ദിവസത്തിന് വേണ്ടി അത്രയും ദിവസം ട്രെയിനിങ് കൊടുത്തത്, പക്ഷേ യുദ്ധം വന്നപ്പോൾ അവർ പിന്തിരിഞ്ഞുപോയി. വില്ലാളികളായിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി വില്ലാളികൾ അല്ലാത്തതുകൊണ്ടാണോ ഇവര് പിന്തിരിഞ്ഞു പോയത്? ആയുധമില്ലാഞ്ഞിട്ടാണോ? ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ ആയുധമില്ലാഞ്ഞിട്ടാണോ ഇവർ പിന്തിരിഞ്ഞു പോയത്? ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ എഫ്രൈമ്യർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്?
ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. മതി. എഫ്രേമിയർ പറയുക, ഇവിടെ നമ്മൾ വായിച്ചവരെ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വില്ലാളികളായ, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവരെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, എഫ്രേമിയർ ചെന്ന് ഗിദെയോനോട് ചോദിക്കുക, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രത്യേകം എന്താ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യണോ? ഒരു ജാതി ഒരുമിച്ച്, ഒരു കൂട്ടം ജനം ഒരുമിച്ച് ഒരു വിഷയത്തെ ഫേസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ചോദിക്കുകയാണ്, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്താ? ഇതുവരെ സ്ഥിരം പരിപാടിയാ. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് തന്നെ വായിക്കുന്നത്. അവിടെ ആളുകൾ മാറിയെന്നേ ഉള്ളൂ. ഇവിടെ മിദ്യാന്യരാ, അവിടെ അമ്മോന്യരാ. ഇവിടെ ഗിദെയോന, അവിടെ ഇബ്താഹ. പക്ഷെ കാര്യം ഒന്ന് തന്നെയാ. അവിടെയും ചോദിക്കുന്നുണ്ട്. അനന്തരം എഫ്രേമിയർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇബ്താഹിനോട്, നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരേ വിഷയമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്. പ്രത്യേക ക്ഷണിതാവായിട്ട്, പ്രത്യേകം ക്ഷണിക്കാത്തത് കൊണ്ട് അവര് പോയില്ല. അവിടെ ഇബ്താഹ് പറയുന്നുണ്ട്, ഈ അമ്മോന്യരുമായിട്ട് ഞങ്ങൾക്ക് വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിച്ചു, പക്ഷെ നിങ്ങൾ വന്നില്ല. നിങ്ങൾ വരാതിരുന്നപ്പോ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ നേരെ ചെന്നു എന്നാണ് ഇബ്താഹ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വിളിച്ചതാണ്, പക്ഷെ ഇവര് വന്നില്ല, ഇവര് ചെന്നില്ല, സഹായിച്ചില്ല. അതാ നമ്മള് സങ്കീർത്തനത്തിൽ വായിച്ചത്, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. എന്താ പിന്തിരിഞ്ഞു പോകാനുള്ള കാരണം എന്ന് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ ന്യായ പ്രമാണം പ്രമാണിച്ചില്ല. 78-ാം സങ്കീർത്തനം 9-ാം വാക്യം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, അവർ പിന്തിരിഞ്ഞു പോകാനുള്ള കാരണം, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു. ദൈവത്തിന്റെ നിയമം പ്രമാണിക്കാത്ത ജനം, അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്ന ജനം. ദൈവത്തെ ഉപേക്ഷിച്ചാൽ പിന്നെ യുദ്ധ ദിവസത്തിൽ എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇല്ലാത്ത പേടി തോന്നും, ധൈര്യമൊക്കെയും ചോർന്നു പോകും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആയുധത്തിന്റെ കുറവ് കൊണ്ടല്ല, യുദ്ധതന്ത്രം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ യുദ്ധം ഉണ്ടായപ്പോൾ ഇവർ പിന്തിരിഞ്ഞു പോയി. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കുറിവാക്യത്തിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കുതിരച്ചേവകരെ കൊണ്ടും നടക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. അതിനുള്ള ആമേൻ തെളിവുകളാ ഞാൻ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവര് നല്ല പോരാളികളായിരുന്നു, ഇവര് യുദ്ധം ചെയ്യുവാൻ അതിസമർത്ഥരായിരുന്നു, പക്ഷെ അതുകൊണ്ട് ഒന്നും കാര്യം നടന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മോടുള്ള ബന്ധത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഹല്ലേലൂയ, കൂട്ടായ്മകൾ ആചരിക്കുന്നുണ്ട്, ആമേൻ, സ്തോത്രം, വചനം ധ്യാനിക്കുന്നുണ്ട്, കഴിയുന്ന പോലൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആമേൻ, ആയുധം ധരിച്ചിട്ടുണ്ട്, വില്ലാളികളാണ്, എല്ലാം നമുക്കറിയാം, പ്രസംഗിക്കാൻ അറിയാം, പാടുവാൻ അറിയാം, ആരാധിക്കുന്നവരാ. ആമേൻ, സ്തോത്രം. മറ്റുള്ളിടത്ത് കടന്നുപോയി പറ്റാവുന്നിടത്തെല്ലാം ആമേൻ സുവിശേഷം അറിയിക്കുകയും ട്രാക്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഈ വായിച്ച വാക്യം പോലെ ആമേൻ, ഹല്ലേലൂയ, നാം ആയിത്തീരരുത്. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമ്യർ യുദ്ധ ദിവസത്തിൽ ആമേൻ പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇത് നമ്മോടുള്ളതായ ആമേൻ ഒരു ആമേൻ, സ്തോത്രം, മുന്നറിയിപ്പും കൂടിയാ. ഹല്ലേലൂയ. നാം ആമേൻ ശക്തി സംഭരിക്കുന്നുണ്ട്, നാം ആയുധം ധരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആമേൻ വരുവാനുള്ള കോപ ദിവസത്തിൽ, ആ യുദ്ധ ദിവസത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ മുഴങ്കാൽ ആടാതെ വണ്ണം, അരയുടെ ഏപ്പാടാതെ വണ്ണം ഉറപ്പോടെ നിൽക്കുവാൻ ആമേൻ സർവശക്തന്റെ സന്നിധിയിൽ ആമേൻ, ഹല്ലേലൂയ, ആടിപ്പോകാതെ ആമേൻ, സ്തോത്രം, ഉറപ്പോടെ നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പ്രാർത്ഥനകൾ, കൂടിവരവുകൾ എല്ലാം അതിന് ആമേൻ, സ്തോത്രം, ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആമേൻ ഒന്ന് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. അടുത്ത എന്താ കർത്താവ് പറയുന്നത്? ആമേൻ, വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ
എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവര് വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിര ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. എന്താ ഈ യഹൂദ ഗൃഹത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, ഈ ഇസ്രായേൽ ഗൃഹത്തെ അപേക്ഷിച്ച് ഇവർ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആമേൻ. ദൈവത്തോട് ഹല്ലേലൂയ, യഹൂദ രാജാക്കന്മാരൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരെക്കാൾ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ സ്തുതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ, യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവിശ്വസ്തരായി തീർന്ന ഇസ്രായേൽ ഗൃഹത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവം പറയുക, ഞാൻ യഹൂദ ഗൃഹത്തോട് കരുണ കാണിക്കും. കാരണം ഞാൻ പറഞ്ഞു, അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട്. ആമേൻ. മാത്രമല്ല, അവർ സ്തുതിക്കുന്നവരായിരുന്നു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് കർത്താവ് എന്താ പറയുന്നത്? അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആരാ പറയുന്നത്? കർത്താവ് തന്നെയാ പറയുന്നത്. ഞാൻ വില്ലുകൊണ്ട് വാൾ കൊണ്ടൊന്നും അല്ല അവരെ രക്ഷിക്കാൻ പോകുന്നത്. അവർ ചിന്തിക്കുന്ന ഒരു വഴികളിൽ കൂടിയല്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പല വഴികളും അടഞ്ഞു പോയപ്പോൾ നീ ഭാരപ്പെട്ടില്ലേ, നിരാശപ്പെട്ടില്ലേ, കരഞ്ഞില്ലേ, ദൈവത്തോട് ചോദിച്ചില്ലേ, എന്തുകൊണ്ട് കർത്താവേ അവിടുന്ന് ആ വഴി എനിക്കെതിരായി അടച്ചു കളഞ്ഞോ എന്ന് നീ ചോദിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, സാധ്യതയുണ്ടെങ്കിൽ പിശാച് പറയും അവിടെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവളുടെ തലമുറയ്ക്ക് വേണ്ടി, അവന്റെ തലമുറയ്ക്ക് വേണ്ടി അവിടെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിന് മുൻപിൽ ആ ഒരു വഴി ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ആമേൻ അവൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യോബിന്റെ വിഷയത്തിൽ കർത്താവിനോട് പറഞ്ഞല്ലോ, നീ അവന്റെ ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ നിൽക്കുന്നത്, അതൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞു നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ശത്രു പറയരുത്. എന്ത്? നിന്റെ വിശ്വാസത്തെ കുറിച്ച് ശത്രു താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. നിന്റെ വിശ്വാസത്തെ കുറിച്ച് ശത്രു ആമേൻ തുച്ഛീകരിക്കരുത്. അവൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, അവര് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പിശാച് പറയാതിരിക്കുവാൻ ദൈവം ചില വഴികളെ അടയ്ക്കും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരോടാ ഈ രാത്രികാലം ദൈവാത്മാവ് പറയുന്നത്, ആ വഴി അടച്ചത് സ്വർഗത്തിലെ ദൈവം തന്നെയാ. മുൻപും പിൻപും അടച്ച് കൈ ആമേൻ നിന്റെ മേൽ വെച്ചത്, ആമേൻ ഇടവും വലവും തിരിയുവാൻ സമ്മതിക്കാതെ സകല വഴികളും അടച്ചിട്ട്, ഹല്ലേലൂയ, ഒരു ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ നിന്നെ ആക്കിയത് സ്വർഗത്തിലെ ദൈവം തന്നെയാ. എന്തിനെന്നാ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. പിശാച് പറയരുത്, ആ വഴി ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനിപ്പോ ഇത്ര വലിയ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, വലിയ വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് നിന്നെ താഴ്ത്തിക്കെട്ടി പറയാതിരിക്കുവാൻ സകല വഴികളും അടച്ചിട്ട്, സകല മുഖാന്തരങ്ങളും സകല സാധ്യതകളും അടച്ചിട്ട്, ഒന്നും കാണാതിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, കർത്താവിനെ സ്തുതിക്കുന്നവളാണെന്ന്, കർത്താവിനെ ആമേൻ ആരാധിക്കുന്നവനാണെന്ന് കർത്താവിന് നിന്നെ കുറിച്ച് അഭിമാനത്തോടുകൂടെ പിശാചിനോട് പറയുവാൻ വേണ്ടിയാ കർത്താവ് പലതും അടച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അങ്ങനെ അടച്ചിട്ട് ശരി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുന്ന കർത്താവല്ല എന്റെയും നിന്റെയും ദൈവം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. മറ്റാരും വേണ്ട. നീ കിഴക്കോട്ട് നോക്കേണ്ട, പടിഞ്ഞാറോട്ട് നോക്കേണ്ട, തെക്കോട്ട് നോക്കേണ്ട, എവിടേക്ക് നീ നോക്കേണ്ട. നിനക്ക് വേണ്ടി ദിക്കുകളോട് കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഹസ്തപ്രൗഷാര ഘടകരകസി റീബൽ ഘടകെ വൈശാനകാരകെ അന്തൽ ഘടക ക്ഷംഭ പ്രൗഢാനകാരകസി. ഈ രാത്രികാലം നീ നിരാശയോടുകൂടെ തന്നെയാ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്നെ ഒന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, സ്തോത്രം, ഈ രാത്രി നിന്റെ ഉറപ്പിന് വേണ്ടിയാ കർത്താവ് പറയുന്നത്. ഇത് മുന്നമേ നിന്നെ കേൾപ്പിച്ച വാഗ്ദത്തമാ, ഇത് നിന്നെ ആമേൻ മുന്നമേ കേൾപ്പിച്ച ആലോചനയാ. എങ്കിലും ആമേൻ പലപ്പോഴും നിരാശപ്പെടുന്നത് കൊണ്ട് കർത്താവ് പറയുകയാ, ആമേൻ മറ്റാരിൽ കൂടിയുമല്ല, നീ സേവിക്കുന്ന ആമേൻ ഇടവിടാതെ നീ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹസ്തപ്രൗഷാനകാരകെ ഉടവാരകജെ റീബൽ ഘടക ക്ഷംഭ പ്രൗഢാനകാരകസി. ഈ ദൈവത്തിന് എന്താ ഇത്ര വലിയ പ്രത്യേകത? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം.
അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് തന്നെ ആമേൻ സ്തോത്രം രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഈ ദൈവം എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, നമുക്കറിയാം എത്രയോ അനുഭവങ്ങൾ. ഒരു സാധ്യതയുമില്ലാത്ത ഇടത്ത് കർത്താവ് തന്നെ തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാത്രിയിലും ആമേൻ അതേ ദൈവത്തെ പ്രസംഗിക്കുന്നത്. അനുഭവിച്ചിട്ട് തന്നെ പറയുക, ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ, ആമേൻ സ്തോത്രം, പ്രതീക്ഷിക്കുവാൻ ഒരു വഴിയും ഇല്ലാതിരിക്കെ, സകല വാതിലുകളും അടയപ്പെട്ടതായ അവസ്ഥയിൽ ആമേൻ സ്തോത്രം ഈ ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കുവാൻ, അവിടുത്തെ വിടുതൽ അനുഭവിക്കുവാൻ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ 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 സന്ദർഭങ്ങൾ എനിക്കിടയായിട്ടുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് വീണ്ടും ഓർപ്പിക്കുകയാ, ആമേൻ എന്റെ കുഞ്ഞെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവർ മാറി, തരില്ലെന്ന് പറഞ്ഞു. നേരത്തെ തരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഇപ്പൊ പറയുന്ന തരില്ലെന്ന്, തരാൻ പറ്റുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ പറഞ്ഞിട്ട് വേണ്ട കർത്താവിന് അറിയുവാൻ. നിന്റെ ഹൃദയത്തിന്റെ ഭാരം, നീ നെടുവീർപ്പിട്ടത് എന്തിനാണെന്ന് നന്നായി അറിയുന്ന കർത്താവ്, നിന്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് പറയുകയാണ്, മറ്റെവിടേക്കും നോക്കേണ്ട. ഹല്ലേലൂയ. 77-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാ? വഴി സമുദ്രത്തിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ അതല്ലേ ചോദിക്കുക. സമുദ്രത്തിൽ എന്തെല്ലാം ഉണ്ട്? എനിക്ക് വല്ല കാര്യമുണ്ടോ? മുത്തുകളുണ്ട്, പവിഴങ്ങളുണ്ട്, എന്തെല്ലാം അല്ലെ? പഠിക്കുമ്പോൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്തുണ്ടായിട്ട് എനിക്ക് എന്താ പ്രയോജനം? ഹല്ലേലൂയ. അതല്ലേ ഈ വാക്യവും 77-ാം സങ്കീർത്തനത്തില്, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നമുക്ക് പ്രയോജനമുണ്ടോ? സമുദ്രത്തിൽ വഴി ഉണ്ടായിട്ട് എന്താ കാര്യം? നമുക്കിപ്പൊ നമ്മുടെ മുൻപിൽ ഒരു വഴി തുറക്കുകയാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ സമുദ്രത്തിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? അവിടെ പാതയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആമേൻ വഴി, നിന്റെ വഴി സമുദ്രത്തിൽ കർത്താവ് ഒളിപ്പിച്ചതിന് പുറകിൽ ഒരു കാര്യമുണ്ട്. ഈ പാത നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയ പാത, നിനക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം ഒരുക്കിയ പാത. അത് പെരുവെള്ളത്തിൽ തന്നെയാ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പിശാച് പലതും അടച്ചു കളഞ്ഞെന്നല്ലേ നീ പറയുന്നത്? പല സാധ്യതകളും പിശാച് അടച്ചു കളഞ്ഞെന്ന് പറഞ്ഞല്ലേ നീ കരയുന്നത്? അത് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, ഇത് നഷ്ടപ്പെട്ട് ആമേൻ പലതും നഷ്ടപ്പെട്ടു പോയതുപോലെ, ആമേൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആ പുതിയ പാതയുണ്ടല്ലോ, ആ പുതിയ വഴിയുണ്ടല്ലോ, അത് മറ്റാരും ആമേൻ തടയാതിരിക്കുവാൻ, പ്രത്യേകിച്ച് ആമേൻ ശത്രുവായവൻ, പിശാചായവൻ ഈ വഴിയെ അടച്ചു കളയാതിരിക്കുവാൻ വേണ്ടിയാ കർത്താവ് അത് സമുദ്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നീ കടന്നു ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പ്രത്യേകമായ നിയോഗത്താൽ, പ്രത്യേകമായ ദർശനത്താൽ, പ്രത്യേകമായ വിളിയാൽ, ആമേൻ സ്തോത്രം, തോളിൽ ചുമന്നതായ ആ പെട്ടകവുമായി നീ കടന്നു ചെല്ലുമ്പോൾ ആമേൻ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ആമേൻ സ്തോത്രം, നീ വഹിക്കുന്ന ദൈവിക സാന്നിധ്യം കാണുമ്പോൾ തന്നെ സമുദ്രം കണ്ടോടും. പ്രൈസ് ദി ലോർഡ്. യോർദാൻ പിൻവാങ്ങി പോകും. പ്രൈസ് ദി ലോർഡ്. നാം എത്രയോ പ്രാവശ്യം കേട്ടതാ, സമുദ്രമേ നീ ഓടുന്നത് എന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമുദ്രം പറയും, ഞാൻ നിന്നെയല്ല കാണുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്റെ തോളിൽ നീ ചുമക്കുന്ന ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യത്തിന് മുൻപിൽ എനിക്ക് നിൽപ്പാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം. ഓടി മാറാതെ നിവൃത്തിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വഴി സമുദ്രത്തിലാണെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടുകൂടെ നീ കാൽ വെച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, ഓടേണ്ടത് ഓടി മാറും. ആമേൻ സ്തോത്രം. നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിനക്ക് വേണ്ടി പാത ഒരുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് ആമേൻ അന്നും ഇന്നും എന്നും കഴിയും. അവിടുന്ന് സർവശക്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചത്, അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ ദൈവം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, അവരുടെ ദൈവമായിരിക്കണം, അല്ലെ? അതാണല്ലോ അതിന്റെ അർത്ഥം.
അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. ഈ യഹോവ തന്നെയാണോ അവരുടെ ദൈവം? അതൊരു ക്വസ്റ്റ്യനാ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, അവരുടെ ദൈവം വയറ്. പ്രൈസ് ദി ലോർഡ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞത് അവരുടെ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മളോടുള്ള ബന്ധത്തിൽ എങ്ങനെ പറയാ? എന്റെ ദൈവമായ യഹോവയെ കൊണ്ട് കർത്താവ് എന്നെ രക്ഷിക്കും. നിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് ദൈവം നിന്നെ രക്ഷിക്കും. കർത്താവ് തന്നെ പറയുന്നത്. അഥവാ ഞാൻ എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കും എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ദൈവത്തെ കൊണ്ട് രക്ഷിക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദൈവമാണെങ്കിലല്ലേ പറ്റൂ നമ്മളോടുള്ള ബന്ധത്തിലും. ഹല്ലേലൂയ. അപ്പൊ ഈ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്താ? അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. കേട്ടോ, ആരെങ്കിലും വയറിനെ ദൈവമായിട്ട് വെക്കുവോ? അവരുടെ ദൈവം വയറ് എന്ന ദൈവത്തിന്റെ വചനത്തിലാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അതെങ്ങനെയാ വയറ് ദൈവമാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ അമിതമായ ഭക്ഷണം, അല്ലെ, ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി ഉണ്ടായിരിക്കും ചിലർക്ക്. എത്ര കഴിച്ചാലും പോരാ. ഈ ആർത്തി എന്ന് പറയുമല്ലോ, എന്ത് കണ്ടാലും അതിനോട് വല്ലാത്ത കൊതി. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ കൊതിക്ക്, അല്ലെ, അവരുടെ കൊതി നിമിത്തം അവർ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു, അവനെ മുഷിപ്പിച്ചു എന്നൊക്കെയാ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നതും കൊതി തീരാൻ വേണ്ടി കഴിക്കുന്നതും രണ്ടും രണ്ടാ, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുക, അവരുടെ ദൈവം വയറ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, പ്രൈസ് ദി ലോർഡ്, ക്രേത്തർ സർവദ അസത്യവാദികളും. സർവദ എന്ന് പറഞ്ഞാൽ എപ്പോഴും, വല്ലപ്പോഴും ഒക്കെ കൊതി കാണിക്കും, അത് കുഴപ്പമില്ല എന്നല്ല. സർവദ, എപ്പോഴും ഇവർക്ക് കൊതിയാ. ക്രേത്തർ സർവദ അസത്യവാദികളും എന്ന് വെച്ചാൽ നുണയേ പറയൂ. ഒരു നുണ, വർഷത്തിൽ ഒരു നുണ പറയും, അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട്, അങ്ങനെയല്ല. സർവദ, എപ്പോഴും എന്ന് വെച്ചാൽ വർഷത്തിൽ അപ്പൊ ഒരു നുണ പറയാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും മറ്റേ പുള്ളിയാന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ ആരും പൂർണ്ണരൊന്നും ആയിട്ടില്ല. നമുക്കറിയാം, മനുഷ്യര് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരെ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ, നമ്മെ കുറിച്ച് കർത്താവ് ചിന്തിക്കുന്ന പോലെ ആയി തീരുവാൻ വേണ്ടിയാ, അല്ലെ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ക്രേത്തർ സർവദാ സത്യവാദികളും ദുഷ്ടജന്തുക്കളും. കേട്ടോ, മനുഷ്യരെ പറയുന്നത് ജന്തുക്കളെന്ന്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് ആരാ പറഞ്ഞത്? ഈ ക്രേത്തരെ ഇഷ്ടമില്ലാത്ത വേറെ ദ്വീപിൽ താമസിക്കുന്നവരോ, വേറെ രാജ്യത്ത് താമസിക്കുന്നവരോ, വേറെ ഗ്രാമത്തിൽ താമസിക്കുന്നവരോ അല്ല പറഞ്ഞത്. അവരുടെ ഒരു പുള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അവിടെ എഴുതിയിട്ടുണ്ട്, എന്ന് അവരിൽ ഒരുവൻ, അഥവാ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. കണ്ടോ? അല്ലാതെ പുറമേ ഉള്ളവരല്ല പറഞ്ഞ, അനുഭവിച്ചിട്ട് പറയുക, അവരുടെ കൂടെ ഇരുന്നിട്ട് പറയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. പുള്ളിയുടെ ആളുകളെ കുറിച്ച് തന്നെ പറയുന്നത്, ക്രേത്തർ സർവദാ സത്യവാദികളും നുണ പറയുന്നവരാണ്, സമ്മതിച്ചു. പിന്നെ ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനസ്സിലായല്ലോ, അവരുടെ ദൈവം വയറ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വയറിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോ, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകത്തില് 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് പറയുകയാണ്,
ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും, അല്ലെ, ആമേൻ സ്തോത്രം, മതിയാകുവോളം ഇറച്ചി തിന്നുകയും ചെയ്ത ആ നാളുകളിലെ പോലെ ഞങ്ങൾ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാ പറയുന്നത്, അല്ലെ. ആ കാലത്തെ കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്. അവരൊരു സത്യം പറഞ്ഞു, അല്ലേ? എന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം ഞങ്ങൾ 16-ാം ഇറച്ചിക്കലങ്ങളുടെ അധ്യായം അടുക്കിലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. മതി. ഇനി സംഖ്യാപുസ്തകം അതിന്റെ 11-ാം അധ്യായം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പോരിഞ്ഞിരിക്കുകയെന്ന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാ ഇവര് നിലവിളിച്ചത്? ഇവരെന്തിനാ ദൈവത്തോട് കരഞ്ഞത്? ഹല്ലേലൂയ. അവിടെ എത്ര നല്ലതായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ കരഞ്ഞത്? ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. പലപ്പോഴും ദൈവജനം എന്ന് പറയുന്നവർ, ആമേൻ, ദൈവം വിടുതൽ ചെയ്യുന്നവരെയും കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, അല്ലെ? അത് ഞാൻ പറയുന്നില്ല. ആമേൻ സ്തോത്രം. ദേശത്ത് പറഞ്ഞു കേൾക്കുന്നതാ. ഹല്ലേലൂയ. ദൈവം വിടുതൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതൊക്കെ മറക്കും. ഏത്? പണ്ട് അനുഭവിച്ച കഷ്ടത, അയ്യം വിളിച്ചത്, നിലവിളിച്ചത്, ഏത് സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ മറക്കും. ഇവരും അതാ പറയുന്നത്, അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ ഓർക്കുന്നത്? മത്തങ്ങ, മത്സ്യം, അതെങ്ങനെ വില കൂടാതെ തിന്നിട്ടുള്ള. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഫറവോൻ എന്ത് സ്നേഹമായിരുന്നു ഇവരെ. ഇഷ്ടിക ഉണ്ടാക്കാനുള്ള വൈക്കോല് പോലും കൊടുക്കാത്ത ആളാണ് വില കൂടാതെ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത് എന്ന്. ഓർത്തു നോക്കിക്കേ. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ചിറ്റുള്ളി, അല്ലെ, ചുവന്നുള്ളി, വില കൂടാതെ തിന്നത്. പിന്നെ എന്തിനായിരുന്നു കരഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഈ പുറപ്പാട് പുസ്തകത്തില് അവര് ഒന്നുകൂടെ അത് ശരിക്ക് പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട്. എന്താ? ഞങ്ങൾ, ആമേൻ സ്തോത്രം, ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും, കണ്ടോ, സത്യം പറഞ്ഞു. ഇപ്പോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കഴിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ എന്താ ചെയ്തത്? മണം അടിച്ചിട്ട് അവിടെ ഇരുന്നു. മറ്റേ, ആമേൻ സ്തോത്രം, ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരുന്നു എന്ന്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അവിടെ എത്രത്തോളം സുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇവര് പുറപ്പെട്ടു പോകുന്നത്? പക്ഷെ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഭയം തോന്നാനിടയായി. പ്രൈസ് ദി ലോർഡ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ വിഷയം അവിടെ നിൽക്കട്ടെ. നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവര് 40 വർഷം മരുഭൂമിയിലായിരുന്നു. ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ 40 വർഷക്കാലം മരുഭൂമിയിലായിരുന്നു. അവർക്ക് ദൈവം മന്ന പൊഴിച്ചു കൊടുത്തു. പിന്നെ കരഞ്ഞപ്പോ കാടയിറച്ചി കൊടുത്തു, അല്ലെ? അത് കരഞ്ഞപ്പോ അതുവരെയുള്ള ആ സമയം, പ്രൈസ് ദി ലോർഡ്, കരഞ്ഞപ്പോൾ എന്ന് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും 3 നേരവും നമുക്ക് ഇഡലി തന്നെ, ഇഡലി സാമ്പാർ ഇത് തന്നെ 3 നേരവും എല്ലാ ദിവസവും, ആഴ്ചയിൽ 7 ദിവസവും, പിന്നത്തെ ആഴ്ചയിലും അത് തന്നെ, പിന്നത്തെ ആഴ്ചയിലും അത് തന്നെ, പിന്നത്തെ മാസവും അത് തന്നെ. എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിചാരിച്ചോ. പുട്ടും കടലയും, എല്ലാ ദിവസവും പുട്ടും കടലയും എങ്ങനെ ഉണ്ടാകും? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വേണ്ട, അതിനേക്കാൾ ടേസ്റ്റ് ഉള്ളത് ബിരിയാണി ആവട്ടെ. എല്ലാ ദിവസവും എല്ലാ സമയത്തും ബിരിയാണി തന്നെ, ബിരിയാണി. എഴുന്നേൽക്കുമ്പോ ബിരിയാണി, ഉച്ചയ്ക്ക് ബിരിയാണി, രാത്രി ബിരിയാണി, ഇടയ്ക്ക് വിശക്കുമ്പോ ബിരിയാണി, എപ്പോഴും ബിരിയാണി. എങ്ങനെ ഉണ്ടാവും? എത്ര ടേസ്റ്റ് ഉള്ളതാന്ന് പറഞ്ഞാലും നമുക്കൊന്ന് മാറ്റി പിടിക്കാനൊരു ഇഷ്ടം, അല്ലെ? വെറൈറ്റിയാണ് എപ്പോഴും നമുക്ക് ഇഷ്ടം. ഒരേ സാധനം എത്ര നല്ലതാന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടം ഉണ്ടാവുമോ? നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ എതിരായിട്ടാ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മളോടുള്ള ബന്ധത്തിലാ. നമ്മളെപ്പോഴും വിശുദ്ധരായിട്ട് പറയും, ഇസ്രായേൽ ജനം കണ്ടില്ലേ, അവര് അങ്ങനെ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട്, അതുപോലെ ഹവ്വ ആ പഴം പറിച്ചു തിന്നേണ്ട ആവശ്യമുണ്ടോ? നമ്മളാണെങ്കിൽ മരം വരെ വെട്ടിയിട്ട് മൊത്തം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് കയറ്റി വെക്കും. ഹവ്വ പിന്നെ ഒറ്റൊന്നേ പറിച്ചോളൂ. നമ്മളിങ്ങനെ കുറ്റം പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ജീവിതം. അവര് പിറുപിറുത്തേ ഉള്ളൂ, നമ്മൾ ചിലപ്പോ അത് മാത്രമല്ല ഉണ്ടാവുക. ഫ്രീസിലോ എല്ലാ ദിവസവും ഈ മഞ്ഞ മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, നമ്മളെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്രത്തോളം പിറുപിറുക്കും, നമ്മൾ എത്രത്തോളം. ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. എല്ലാ ദിവസവും കഞ്ഞിയും പയറും കഞ്ഞിയും പയറും കഞ്ഞിയും പയറും തന്നെയാണെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചവർക്ക് അറിയാം. ഫീസിലോ എല്ലാ ദിവസവും അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ ഒരു ഇത് ഉണ്ടെങ്കിൽ പോലും മടുപ്പാണ്. അപ്പൊ ഈ ജനം അവര് പറഞ്ഞതിൽ നമ്മളെ നിർത്തിയിട്ട് പറയുകയാണ് കേട്ടോ. ദൈവസന്നിധിയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അവരെ വിധിക്കാൻ, നമുക്ക് അവരെ പറയാൻ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? നമ്മൾ ഇതിനേക്കാൾ അപ്പുറമല്ലേ. ഞാൻ ഇങ്ങനെ വിഷയത്തിലോട്ടാണ് ഞാൻ വരുന്നത്. അവര് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ അത്രയും പറഞ്ഞത്. നമ്മളോ? നമുക്കൊരു വീട് കിട്ടി, നമ്മൾ തൃപ്തരാണോ? അല്ല, ഒരു 2 നില വേണമായിരുന്നു, അതുകൊണ്ട് തൃപ്തരാണോ? അല്ലല്ലോ. കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് തൃപ്തിയാവോ? ഇല്ലല്ലോ. നെക്സ്റ്റ് ആയിട്ടുള്ള ആ സ്ഥലം കൂടെ മേടിക്കണമായിരുന്നു, എന്നാ തൃപ്തിയാവോ? ഇല്ലല്ലോ. നമുക്ക് കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സ് ഇപ്പൊ നമുക്ക് പറ്റില്ലല്ലോ. എന്ത് കാര്യവും നിങ്ങൾ ചിന്തിച്ചോ, ഒരിക്കലും മനുഷ്യന് മതി എന്ന വാക്ക് ഉണ്ടാകുന്നില്ല, മതി വരുന്നില്ല. ചുരുക്കം എക്സെപ്ഷൻ ഒക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ നമ്മൾ പറയുമ്പോൾ അവര് കരഞ്ഞതും പിറുപിറുത്തതും അവര് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. നമ്മളോ? നമുക്ക് ഇന്നത്തെ വണ്ടി പോരാ, നാളെ വേറെ വണ്ടി വേണം, നമുക്കൊന്നിൽ തൃപ്തിയില്ല. എന്തൊക്കെ കിട്ടിയിട്ടും നമ്മൾ എന്തിനാ ഈ പ്രവചനം കേൾക്കാൻ നമ്മൾ ഇരിക്കുന്നത്? എന്തിനാ? നമുക്കിപ്പോ ഇവിടെ നിന്നാ പോരല്ലോ, നമുക്ക് കാനഡയിൽ പോകണം. കാനഡയിൽ പോകുമ്പോ തോന്നും, അയ്യോ ഇവിടെ ഒരു ശരിയില്ല, അപ്പുറത്ത് പോകണം. പിന്നെ ഓസ്ട്രേലിയ പോയാൽ പോരാ, ന്യൂസിലൻഡിൽ പോയാൽ പോരാ, സിംഗപ്പൂരിൽ പോയാൽ പോരാ. എന്താ നമ്മുടെ പ്രാർത്ഥനാ വിഷയം? നമ്മൾ എന്തിനു ദൂത് കേൾക്കുന്നത്? നീ ശരിയല്ല എന്ന് പറയുന്ന ദൂത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഫ്രീസലോ നിന്റെ നുണ പറച്ചിൽ നിർത്തണം, നിന്റെ ഏഷണി പറച്ചിൽ നിർത്തണം, നിന്റെ ഈ കോപ സ്വഭാവം നിർത്തണം. നമുക്ക് ഇഷ്ടപ്പെടുവോ? ഫ്രീസലോ അതിനാണോ നമ്മൾ ദൂത് കേൾക്കണം എന്ന് പറയുന്നത്? അതിനാണോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ആമേൻ, ഇസ്രായേൽ ജനം പിറുപിറുത്തു. ഹല്ലേലൂയ. അത് അവരെ ഞാൻ ന്യായീകരിക്കാനല്ല ഇത്രയും പറഞ്ഞത്. നമ്മൾ അതിനേക്കാൾ എത്രയോ അപ്പുറമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, എന്നെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അതുപോലും എന്നല്ല, ദൈവം ക്ഷമിച്ചില്ല. പിറുപിറുത്തു എന്ന ആ തെറ്റ് വലിയ തെറ്റ് തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ, അവരെ ഭക്ഷണത്തിന് മടുപ്പ് വന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഫ്രീസലോ ഒന്ന് ആലോചിക്കാൻ, ഒന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി മാത്രം നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുകയാണ്. പലതും നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താ? നമ്മുടെ 21 ദിവസത്തെയും 40 ദിവസത്തെയും പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താ? നമുക്ക് എന്തിലെങ്കിലും തൃപ്തി വരുന്നുണ്ടോ? ഫ്രീസലോ ഹല്ലേലൂയ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. അന്തൽ വൈശക റീബൽ ഘടക ചമ്പ പ്രൗഢാനകാരകസി. ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം, ആമേൻ, സ്തോത്രം, എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ഫ്രീസലോ എനിക്ക് വല്ലാത്ത ഭാരം തോന്നി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ മാറണം. ഹല്ലേലൂയ. നമ്മൾ ആത്മീയമായി കാഴ്ചപ്പാടുള്ളവരാകണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. ആമേൻ. ചുരുക്കം ചിലരൊക്കെ ഉണ്ട്. പക്ഷെ നാം നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ ഇന്ന് ആത്മീയ ഗോളത്തിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ഉപവാസത്തിന്റെ വിഷയങ്ങളൊക്കെ എന്താ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ, ആമേൻ, സ്തോത്രം, നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. അതിന്റെ അവസാന ഭാഗത്ത്, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. കേട്ടോ, അവരുടെ ദൈവം എന്ന വാക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല.
അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർ വിട്ടു പോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലരും പറയുന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളിൽ പലരും പറയുന്നുണ്ടായിരിക്കാം ആരും കേൾക്കാതെ, ഓ ഇതിനേക്കാൾ നല്ലത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ശരിയല്ലേ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് പലരും. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ. അവരോർത്തില്ല. ഇപ്പൊ ഇസ്രായേൽ ജനം ഓർത്തു. നമ്മൾ ഇത് കേട്ടതാ. ഏതാ? ഇറച്ചിക്കലങ്ങളെ ഓർത്തു, മത്സ്യവും മത്തങ്ങയും ചുറ്റുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഓർത്തു. അപ്പൊ വിട്ടുപോന്നതിനെ ഓർത്തു അവര്. ആമേൻ. സ്തോത്രം. ഇവിടെ ആമേൻ ഹല്ലേലൂയ പിതാക്കന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ആമേൻ രേഖപ്പെടുത്തിയിരിക്കുകയാ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ഓർത്തില്ല, അയ്യോ അവിടെ ആയിരുന്നപ്പോ ആമേൻ ഊരിലായിരുന്നപ്പോ എത്ര നല്ലതായിരുന്നു, ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരുന്നു, എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഓർക്കുകയല്ലായിരുന്നു അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അവരോ വിട്ടുപോന്നതിനെ ആമേൻ ഓർത്തു. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. മടങ്ങിപ്പോകായിരുന്നു. എപ്പോ? ഓർത്തിരുന്നുവെങ്കിൽ. ആരും തടയൊന്നുമില്ല. അവർ വിട്ടുപോന്നതിനെ ഓർത്തില്ല. അത് അവിടെ കളഞ്ഞിട്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതാണ് കാര്യം. ഞാൻ പറഞ്ഞത് നമ്മുടെ കുറിവാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ദൈവമാണോ? നമ്മുടെ ദൈവമാണോ? ഹല്ലേലൂയ. അതിന്റെ അടുത്ത ഭാഗത്തിൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. കാരണമാണ് പറഞ്ഞത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ദൈവം എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്റെ ദൈവം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. എന്റെ ദൈവം എന്ന് ഞാൻ പറയുമ്പോൾ ദൈവം കൂടെ അത് അംഗീകരിക്കണമല്ലോ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അല്ലാതെ ഇവര് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഞങ്ങളുടെ ദൈവം എന്ന്. ദൈവം അത് സമ്മതിച്ചു, ദൈവം അത് അംഗീകരിച്ചു. അവരുടെ ദൈവം എന്ന് അബ്രഹാം പറയുകയാണ്, എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം. ഇസ്ഹാക്ക് പറയുകയാ, എന്റെ പിതാവിന്റെ ദൈവം. യാക്കോബ് പറയുക, എന്റെ പിതാക്കന്മാരുടെ ദൈവം, എന്റെ ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എന്നെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവം എന്ന് ഇവർ പറയുമ്പോൾ ദൈവം അത് അംഗീകരിക്കുകയാണ്. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നമ്മളോടുള്ള ബന്ധത്തിലാണെങ്കിലോ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവത്തിന് എന്നോട് പ്രീതിയുണ്ടോ? എന്റെ സംസാരത്തിൽ, എന്റെ പ്രവൃത്തിയിൽ, എന്റെ ഇടപെടലുകൾ, എന്റെ പെരുമാറ്റങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്റെ ദൈവം എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ദൈവത്തിന് നാണക്കേടാണോ തോന്നുന്നത്? ലജ്ജയാണോ കർത്താവിന് തോന്നുന്നത്? അയ്യോ നീ മിണ്ടല്ലേ, എന്റെ പേരൊന്നും നീ അവിടെ പോയി പറഞ്ഞേക്കല്ലേ. ഈ പലരും ഉണ്ടല്ലോ, ഈ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ വലിയ ആളുകളുടെയൊക്കെ പേര് പറയും. ചിലപ്പോ ഒരു അകന്ന ബന്ധമൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു സ്ഥാനവും മാനവും ഒക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ആരും അറിയാത്ത പേര്, ആരെങ്കിലും പേര് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഏറ്റവും എല്ലാവരും അറിയുന്ന വ്യക്തിയുടെ പേര് പറയും. എന്തിനു വേണ്ടിയാ? ആ ഒരു മാന്യത കിട്ടാൻ വേണ്ടി. ആമേൻ. സ്തോത്രം. പക്ഷെ പലപ്പോഴും ഈ പേര് പറയുന്ന ആ വലിയ വ്യക്തിക്ക് ചിലപ്പോൾ നാണക്കേടായിരിക്കും, ലജ്ജയായിരിക്കും ഇവര് പറയുമ്പോൾ. ആമേൻ. സ്തോത്രം. ഞാൻ പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ ദൈവം, നമ്മൾ എന്റെ ദൈവം എന്ന് പറയുമ്പോൾ കർത്താവ് ലജ്ജിക്കുന്നുണ്ടോ? ഈ നുണ പറയുന്ന നിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് ലജ്ജയാണെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടോ? ഏഷണി പറയുന്ന നിന്റെ ദൈവം എന്ന് നീ എന്നെ കുറിച്ച് പറയല്ലേ എന്ന് കർത്താവ് പറയുന്നുണ്ടോ? നമ്മളിത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാ. ദൈവം രക്ഷിക്കും, അത് ഉറപ്പാണ്. വില്ലും വേണ്ട, വാളും വേണ്ട, യുദ്ധവും വേണ്ട, കുതിരയും വേണ്ട, കുതിരച്ചേവകരും വേണ്ട. കർത്താവ് രക്ഷിക്കും. കർത്താവിന് അതിനുള്ള കഴിവുണ്ട്. അവിടുന്ന് സർവശക്തനായ ദൈവമാ, സർവവ്യാപിയാ, സർവജ്ഞാനിയാ.
പക്ഷേ ഈ ദൈവം നമ്മുടെ ദൈവമാണെങ്കിലല്ലേ വിടുതൽ വെളിപ്പെടുന്നത്. അപ്പോ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് ലജ്ജിക്കുന്നുണ്ടോ? ഈ രാത്രി ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുക. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ ആഗ്രഹിച്ചു, കാക്ഷിച്ചു. അതുകൊണ്ട് ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പലർക്കും കർത്താവ് വിടുതലുകൾ ചെയ്യുന്നു. പലരെയും ദൈവം സഹായിക്കുന്നു, രക്ഷിക്കുന്നു, വിടുവിക്കുന്നു. ആമേൻ, സ്തോത്രം. അവരുടെ ദൈവമായതുകൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവ് നമ്മുടെ ദൈവമാണോ? അത് കർത്താവ് അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ, ആമേൻ, സ്തോത്രം, നമ്മുടെ ചിന്തകളിൽ കൂടെ ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് അത് അംഗീകരിക്കട്ടെ. കർത്താവ് പറയട്ടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അത് എന്റെ കുഞ്ഞാണ്. ആമേൻ, സ്തോത്രം, പാടുന്നത്, ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആമേൻ, നടന്നു പോകുന്നത്, ആമേൻ, സ്തോത്രം, ആ ട്രാക്ട് കൊടുക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവരോട് മനസ്സിലിവുള്ളത്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ആ ദൈവ പൈതൽ, ആ പൈതൽ അവൾ എന്റേതാണ്, അവൻ എന്റെ മകനാണ്, ഞാൻ അവരുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പറയുവാൻ നാം അവസരം കൊടുക്കുമോ? ഹല്ലേലൂയ. നമ്മെ അംഗീകരിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം എന്ന് പറയുവാൻ ആമേൻ ലജ്ജിക്കാതെ വണ്ണം, ഹല്ലേലൂയ, ഹസ്തരാന വൈശാന ഗാരകേ റീബൽ ഘടക ക്ഷംഭ പ്രൗഢേ, ഹല്ലേലൂയ. എന്നാൽ ഞാൻ യഹൂദ ഗൃഹത്തോട് കരുണ കാണിച്ച്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നുകയും കനിവ് തോന്നേണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. കർത്താവ് പറയുകയാണ്. അത് നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, കർത്താവിന് തോന്നണം. കർത്താവിന് ഒരു വ്യക്തിയോട് കരുണ തോന്നിയാൽ കർത്താവ് കരുണ കാണിക്കും. കർത്താവിന് ഒരു വ്യക്തിയോട് കനിവ് തോന്നിയാൽ കർത്താവ് കനിവ് കാണിക്കും. അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല. റോമാലേഖനം 9-ാം അധ്യായത്തിലാണ്. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കർത്താവിന് കരുണ തോന്നിയാൽ, കർത്താവിന് കനിവ് തോന്നിയാൽ, ആമേൻ, സ്തോത്രം, കർത്താവ് അവരോട് കരുണ കാണിക്കും. കർത്താവ് അവരോട് കനിവ് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല. അപ്പൊ ആകെ പ്രശ്നമായി അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? കർത്താവിന് കരുണ തോന്നിയാലല്ലേ. കർത്താവിന് നമ്മോട് കരുണ തോന്നിയത് കൊണ്ടാ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. അപ്പൻ തള്ളിക്കളഞ്ഞതല്ലേ, അമ്മ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, ആമേൻ, ആരും അംഗീകരിക്കാതിരുന്ന എത്രയോ സന്ദർഭങ്ങളിൽ കൂടി നാം കടന്നുപോയില്ലേ. ആമേൻ, സ്തോത്രം. ഒരു വ്യക്തി പോലും ആമേൻ കൂട്ടിനില്ലാതെ, കൂട്ടായ്മയ്ക്കില്ലാതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചേർന്നിരിക്കുവാൻ, ആമേൻ, അടുത്തിരിക്കുവാൻ ഒരു വ്യക്തി പോലും ഇല്ലാതിരിക്കെ, കരുണ കാണിക്കുവാനും കനിവ് കാണിക്കുവാനും ആരുമില്ലാതിരിക്കെ ഈ സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ കാണിച്ചില്ലേ? കർത്താവ് നമ്മോട് കനിവ് കാണിച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അതേ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആമേൻ, ഇസഹാക്കിനെ കുറിച്ചും, ആമേൻ, ഹല്ലേലൂയ, ഏശാവിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ, ആമേൻ, സ്തോത്രം, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തമാണ് സകലതും ആമേൻ നടപ്പിലാകുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് ഈ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നീതി പ്രവൃത്തികൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ ദൈവം തിരഞ്ഞെടുത്തു എന്ന്. എവിടെ വെച്ച്? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വിഷമം, പ്രയാസം തോന്നുന്ന കാര്യങ്ങളാ. ഒരു വ്യക്തിയുടെ പ്രവൃത്തി കണ്ടിട്ടല്ലേ ദൈവം തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ ആമേൻ ദൈവം
തിരഞ്ഞെടുപ്പിൻ വായിച്ചേ. പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അതെ അതെ, പ്രവൃത്തികൾ നിമിത്തമല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം, കേട്ടോ. അപ്പൊ നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കണം എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. എത്രയോ പേരെ തള്ളിക്കളഞ്ഞിട്ട് അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തനിക്ക് മനസ്സുള്ളവനെ കഠിനനാക്കുന്നു എന്ന് എഴുതിയിരിക്കുക. ആരെയാ? ഫറവോനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഫറവോൻ തന്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനപ്പെടുത്തി എന്ന് വായിക്കുമ്പോൾ നമുക്ക് ഫറവോനോട് ദേഷ്യം തോന്നും. പക്ഷേ തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു എന്ന്. എത്ര പ്രസംഗം കേട്ടാലും മാനസാന്തരപ്പെടാത്തവരുണ്ടല്ലോ. നമുക്കറിയുന്ന എത്രയോ വ്യക്തികളില്ലേ. നമ്മൾ പറയില്ലേ, ഇനി എന്താ പുള്ളിയോട് പറയേണ്ടത്? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിന്റെ ഉത്തരവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന് ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ഈ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. നമ്മോടൊക്കെയും ദൈവത്തിന് പ്രീതി തോന്നി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. അല്ലാതെ നമ്മൾ ആരാധിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്തത് കൊണ്ടോ ഒന്നും അല്ല. അങ്ങനെ നമ്മൾ കോളർ ഉയർത്താം, ആമേൻ, വരട്ടെ, പ്ലീസല്ലോ. കോളർ അങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റില്ലെന്ന്. എന്താ കാരണം? കർത്താവിന് ദയ തോന്നി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ നമ്മെ അവിടുന്ന് തിരഞ്ഞെടുത്തു. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ആമേൻ സ്തോത്രം അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു എന്ന്. അപ്പൊ ഇവര് പിറക്കുന്നതിന് മുന്നമേ തന്നെ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവരെ തിരഞ്ഞെടുത്തു. കർത്താവ് പറയുക, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പലരെയും മാറ്റി നിർത്തിയിട്ട ഈ വിളിയും തിരഞ്ഞെടുപ്പും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നത്. അത് നാം ഓർക്കണം എന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. എത്ര വലിയ, നമ്മളിങ്ങനെ പറയും, ദാവീദിനെ അഭിഷേകം ചെയ്ത പോലെ ദൈവം എല്ലാവരുടെയും മുന്നിൽ വെച്ച്, സഹോദരന്മാരെ നടുവിൽ വെച്ച്, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ നടുവിൽ വെച്ച് മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കും, നമ്മുടെ സ്വഭാവം കണ്ടിട്ടായിരിക്കും, നമ്മുടെ സൗമ്യത കണ്ടിട്ടായിരിക്കും. അതൊന്നും അല്ല എന്ന് അവിടെ വായിച്ച. പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടമാണ് അവിടെ പ്രധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഞെളിയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്തുതിക്കുന്നത് നാം വർദ്ധിപ്പിക്കണം എന്ന് പറയാൻ അത്രയും പറഞ്ഞത്. എത്രമാത്രം ഈ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, എത്രമാത്രം കർത്താവ് നമ്മെ കരുതുന്നു. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. നമുക്ക് പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, വലിയ വലിയ കാര്യങ്ങൾ. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, ആമേൻ, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. കർത്താവിന് നമ്മളോട് കരുണ തോന്നി. അതുകൊണ്ടാ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുവാനിടയായത്. ആമേൻ. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിപ്പാനിടയായത് കർത്താവിന് കരുണ തോന്നിയത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേരെ തള്ളിക്കളഞ്ഞു, എത്രയോ പേരെ മാറ്റി നിർത്തി. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അതുകൊണ്ട് നാം ഇത് മറന്നു പോകരുത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം മറന്നു പോകരുത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ. വെറുതെ നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കുമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആമേൻ. ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ആമേൻ, ആ രക്ഷണീയ പ്രവൃത്തി എത്രമാത്രം വലിയതാണെന്ന് ആമേൻ തിരിച്ചറിയുവാൻ വേണ്ടിയ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. അവിടുത്തെ വിളി, അവിടുത്തെ പദ്ധതി, അവിടുത്തെ തിരഞ്ഞെടുപ്പ് അതൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നതല്ല, നമ്മുടെ ചിന്തയിൽ ആമേൻ ഉൾക്കൊള്ളുന്നതല്ല. നമുക്ക് മനസ്സിലാക്കുന്നതിന് പരിധിയുണ്ട്. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ദൈവികമായ സകലതും ഗ്രഹിപ്പാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഒന്നും നമുക്കില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കർത്താവ് ആമേൻ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. അതാ നല്ലത്. നമുക്ക് ഈ വചനത്തിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടാത്ത എത്രയോ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞേ, അത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള ബുദ്ധിയൊന്നും നമ്മുടെ ഈ കൊച്ചു ബ്രെയിനില് ഇല്ല. നമുക്കതൊന്നും ഡൈജസ്റ്റ് ആവില്ല. കർത്താവിന് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ നിർത്താൻ പോവുകയാണ്. എന്തായാലും ഇത്രയും കാര്യം നാം മനസ്സിലാക്കണം. നാം ചിന്തിച്ച, നാം പ്രതീക്ഷിച്ച പല വഴികളും അടഞ്ഞു പോയപ്പോൾ നാം കരഞ്ഞു, നിരാശപ്പെട്ടു, ദൈവത്തെ പോലും ചോദ്യം ചെയ്തു. ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്, ഇനി ഉപവസിക്കുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ആമേൻ. ദൈവത്തെ കാത്തിരുന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിച്ചവരുണ്ട്. ആമേൻ സ്തോത്രം. അതുകൊണ്ടാ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചത്, നീ പ്രതീക്ഷിച്ച സകലതും നിന്റെ കൺമുൻപിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് നീ കണ്ടു, പലതും അടഞ്ഞു പോകുന്നത് നീ കണ്ടു. പക്ഷെ ദൈവം പറയുകയാ, അതിൽ കൂടെ അല്ല ഞാൻ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്. ആ വഴികളെല്ലാം അടച്ചിട്ട്, നീ പ്രതീക്ഷിച്ച സകലതും മാറ്റിയിട്ട്, ആമേൻ, ഈ രാത്രികാലം വിശ്വസിക്കുക ദൈവത്തിന്റെ പൈതലെ. എന്തെങ്കിലും പിച്ചും പേയും വിളിച്ചു പറയുകയല്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ പ്രാപിച്ച് പ്രാർത്ഥിച്ച്, ആമേൻ സ്തോത്രം, ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. ആമേൻ. നിന്റെ മുൻപിൽ അടയപ്പെട്ടു പോയ വാതിലുകളെ നോക്കി നീ കരയേണ്ട. ആമേൻ. അടയപ്പെട്ട ദിക്കുകളെ നോക്കി, ഒരു മറുപടിയും വെളിപ്പെടാത്ത ദിക്കുകളെ നോക്കി നീ നിരാശപ്പെടേണ്ട. നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ഈ കർത്താവ് എങ്ങനെ വിടുവിക്കുമെന്ന് നീ ചിന്തിക്കേണ്ട. അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് വേറെ ആരും വേണ്ട. മിസ്രൈം ജനത്തെ കുറിച്ച് നാം വായിക്കുന്നു. ആമേൻ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ച് വായിക്കുക. ആമേൻ. അവൻ തനിയെ അവരെ നടത്തി. യാതൊരു അന്യ ദൈവവും അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഉണ്ടായിരുന്നോ? കടന്നു പോകുന്ന വഴികളിലൊക്കെയും ആമേൻ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടാ ഈ ദൈവം തന്റെ ജനത്തെ കൊണ്ടുവന്നത്. അവൻ തനിയെ അവരെ നടത്തി. യാതൊരു അന്യ ദൈവവും അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതിന്റെ ആവശ്യമില്ല. എന്തിനെ കാണാൻ പറ്റാത്തതിനും കേൾക്കാൻ പറ്റാത്തതിനും അറിയാൻ പറ്റാത്തതിനും എന്തിനാ? ആമേൻ സ്തോത്രം. ഇനി അഥവാ അവര് പറയുന്ന പോലെ ആണെങ്കിൽ പോലും ഈ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ ആമേൻ കവിണ്ണ് വീണ് കിടക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാഗോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രൈസലോ. തനിയെ നടത്തിയ ദൈവം. ഈ രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തനിയല്ലേ കർത്താവ് നിന്നെ നടത്തിയത്? നിന്റെ തലമുറകളെ നടത്തുന്നത് തനിയല്ലേ? പ്രൈസലോ. പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ നിരാശപ്പെടുന്നത്? പിന്നെ എന്തിനാ വേദനിക്കുന്നത്? പ്രൈസലോ. ദൈവത്തിന്റെ ഒരു സമയമുണ്ട്, അത് കാത്തിരുന്നേ മതിയാകും. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിനു മുൻപ് നമ്മൾ വെപ്രാളും വെകിളി ഒന്നും പിടിക്കേണ്ട. പ്രൈസലോ. ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നല്ല ആമേൻ മുതല് മാത്രമല്ല, ആമേൻ പലിശ സഹിതം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ആ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കണം. അല്ലാതെ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ ഇരിക്കുന്ന മനുഷ്യൻ അവനാണ് നല്ലത് എന്നാണ് ദൈവത്തിന്റെ വചനപ്രകാരം ആമേൻ നാം മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും നാം അനുവർത്തിക്കേണ്ടതും. ഞാൻ ആ പലിശയുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. എത്ര സംവത്സരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ, ആ നഷ്ടപ്പെട്ടു പോയതിനോട് ചേർത്ത് ആമേൻ സ്തോത്രം, ആ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒക്കെ ദൈവം ചിലത് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ചിലത് ഇൻവെസ്റ്റ് ചെയ്യുന്ന വർഷങ്ങളായിരുന്നു നമ്മൾ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ എന്ന് ചിന്തിക്കുന്ന വർഷങ്ങൾ. ആമേൻ സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്. അതും കൂടെ ചേർത്താണ് അടുത്ത വർഷത്തിലേക്ക് കർത്താവെ, വെറുതെ എന്റെ 2 വർഷം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നീ ചിന്തിക്കുമ്പോൾ ആ 3-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ 2 വർഷത്തെ ആമേൻ ഇൻവെസ്റ്റ് ചെയ്ത അത്രയും കൂടെ ചേർത്തിട്ടാണ്, അത്രയും നന്മകൾ കൂടെ ചേർത്തിട്ടാണ് അടുത്ത വർഷത്തിലേക്ക് നീ പ്രവേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വേഗത്തിൽ 2 ആമേൻ വാക്യങ്ങൾ കൂടെ ചുരുക്കത്തില് ആമേൻ സ്തോത്രം ഒന്ന് ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25-ാം വാക്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25-ാം വാക്യം. അവിടെ നെബൂഖദ്നേസർ രാജാവ് മന്ത്രിമാരോട് ചോദിക്കുകയാണ്, 3 പുരുഷന്മാരെയല്ലേ നമ്മൾ തീയിലിട്ടത്? ആമേൻ സ്തോത്രം. അവൻ ഭ്രമിച്ച് വേഗത്തിൽ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, അല്ലെ? പേടിച്ചിട്ടാ ചോദിക്കുന്നത്. നമ്മൾ 3 പേരെയല്ലേ ഇതിനകത്ത് ഇട്ടത്? പക്ഷെ ഇപ്പോൾ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവരുടെ ദേഹത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടുമില്ല. അവർക്ക് ഈ തീയുടെ ചൂടൊക്കെ ആമേൻ അനുഭവിച്ചിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ കൊണ്ട് തീർന്നില്ല. രാജാവ് പറയുന്നുണ്ട്, എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 4 പുരുഷന്മാർ തീയിൽ കെട്ടഴിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണുന്നു. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട്
ഒത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അതാണ് ചിന്തിക്കേണ്ട വിഷയം, അല്ലാതെ ഏതെങ്കിലും ഒരു പുരുഷനല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നാലാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അപ്പൊ എന്താ അർത്ഥം? ദൈവപുത്രനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. തീക്കകത്ത് കിടക്കുന്ന തന്റെ ജനത്തെ വിടുവിക്കുവാൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. ആമേൻ, തന്റെ ദൂതനോടല്ല സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചത്, ഗബ്രിയേലെ വേഗത്തിൽ പോയി അവരെ രക്ഷിക്കേ, മീഖായേലെ വേഗത്തിൽ പോയി അവരെ രക്ഷിക്കേ എന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൂതനോടല്ല കൽപ്പിച്ചത്. 104-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ കാറ്റിനോട് പറഞ്ഞാൽ മതി, കാറ്റ് തീ ആളി കത്തിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരും ആക്കുന്ന. അങ്ങനെയാണെങ്കിൽ അതിനോട് കെട്ടടങ്ങി പോകാൻ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെ? എങ്ങനെ വേണമെങ്കിലും കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും, പ്രകൃതി ശക്തികളോട് കൽപ്പിക്കുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. വിചാരിക്കുമ്പോൾ തന്നെ മഴ ഉളവാക്കുവാൻ കഴിയും. പക്ഷെ അത് ഒന്നും, അല്ലെ, ഒന്ന് മഴ പെയ്ച്ച പോരെ ആ തീക്കകത്ത്? അല്ലെങ്കിൽ ഇനി അതിന് കഴിയാത്ത അവസ്ഥയാണെങ്കിലും കർത്താവിന് എത്ര വഴികളുണ്ട്. പക്ഷെ ആരോടും പറയാതെ, ഒന്നിനോടും കൽപ്പിക്കാതെ സ്വർഗം ചായച്ചിറങ്ങി വരുന്ന സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാ പറഞ്ഞത്, ആമേൻ, ദൂതനെ കൊണ്ടല്ല, വില്ലുകൊണ്ടല്ല, വാളുകൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല. അതവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞാൻ അത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൂതനോട് പലപ്പോഴും കർത്താവ് പറയാറില്ല. ആർക്കു വേണ്ടി? നിനക്ക് വേണ്ടി. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിനക്ക് വേണ്ടി കർത്താവ് ദൂതനോട് കൽപ്പിക്കാറില്ല പലപ്പോഴും. കാരണം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് തന്നെ നിന്നെ വിടുവിക്കണം. ദൂതനോട് പറയുന്ന സമയം പോലും എടുക്കാതെ ആകാശം ചായച്ചിറങ്ങി വരിക. ആർക്കു വേണ്ടി? പലപ്പോഴും കർത്താവ് എനിക്ക് നിനക്കും വേണ്ടി ആ തീച്ചൂളയ്ക്കകത്ത് കടന്നു വന്നിട്ടില്ലേ? ആമേൻ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ തീച്ചൂളയുടെ അനുഭവങ്ങളിൽ സഹായിപ്പാൻ ആരുമില്ലാതെ നിലവിളിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ടും ആമേൻ ആശ്വസിക്കുവാൻ നിനക്ക് കഴിയാതിരുന്ന ആ പ്രത്യേകമായ സാഹചര്യം, അത് നീ മറന്നുപോയോ? ആമേൻ, സ്തോത്രം. ആരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ആശ്വാസം കൈക്കൊള്ളുവാൻ നിനക്ക് കഴിയാതിരുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ, ഹല്ലേലൂയ, ചേർന്നിരുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലേ ദൈവ പൈതലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലത്തിൽ നിന്ന്, ഹല്ലേലൂയ, കണ്ണുനീർ തുടച്ചു കളയുന്നതായ ഒരു അനുഭവം. ഹല്ലേലൂയ. ആമേൻ, മാനുഷികമായ ഒരു കൈയല്ലായിരുന്നു അത്. ഹല്ലേലൂയ. പലപ്പോഴും നിലവിളിച്ചപ്പോൾ തോളിൽ വഹിക്കുന്നത് നീ അനുഭവിച്ചിട്ടില്ലേ? തോളിൽ ചുമന്ന് നടക്കുന്നത് നീ അനുഭവിച്ചിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ രാത്രിയിലും അതേ കർത്താവ് പറയുകയാ, എബ്രായ ബാലന്മാർക്ക് വേണ്ടി തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്നവരെ വിടുവിച്ച സ്വർഗത്തിലെ ദൈവം. അതേ കർത്താവ് പറയുകയാണ്, സകല വഴിയും അടഞ്ഞു പോയിക്കോട്ടെ, നീ പ്രതീക്ഷിച്ചതെല്ലാം മാറിപ്പോകട്ടെ, നിന്റെ ദൈവമായ യഹോവ അവിടുന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവമാ, അവിടുന്ന് നിന്നെ വിടുവിപ്പാൻ സർവശക്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. വില്ല് കൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കാരാഗൃഹത്തിലും യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, എന്റെ ഈ അവസ്ഥയിൽ എന്നോട് കൂടെ ഇരിക്കുവാൻ കർത്താവിന് കഴിയുമോ? ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ ആമേൻ, അഥവാ അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനത്തെ ഒരു ആമേൻ സ്ഥാനത്താണെങ്കിലും, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും, ആമേൻ, സ്തോത്രം, മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാകുമോ? എത്ര ക്ലോസ് ഫ്രണ്ടാന്ന് പറഞ്ഞാലും, എത്രത്തോളം പ്രിയപ്പെടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, ആരെങ്കിലും ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കൂട്ടിരിക്കാൻ പോകുമോ? എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും. ആമേൻ, സ്തോത്രം. പക്ഷെ നമ്മൾ വായിക്കുകയാണ്, കാരാഗൃഹത്തിലും യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു. ഈ രാത്രികാലം, ഹല്ലേലൂയ,
കൂടെ ഇരിക്കുന്ന കർത്താവ്, വിടിവിപ്പാൻ ഇറങ്ങി വരുന്ന കർത്താവ്. ആമേൻ. തീച്ചൂളയെന്ന് നോക്കിയിട്ടല്ല, സിംഹത്തിന്റെ ഗുഹയെന്ന് നോക്കിയിട്ടല്ല, കാരാഗൃഹം എന്ന് ആമേൻ നോക്കിയിട്ടല്ല, നല്ല സ്ഥലത്താണെങ്കിൽ, ആമേൻ, നീ ആയിരിക്കുന്നത് നല്ല ഇടത്താണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. ആമേൻ, സ്തോത്രം. നീ ഇരിക്കുന്ന ആ നല്ല ഇടത്ത്, നല്ല സ്ഥലത്ത് ഞാൻ നിന്നോട് ചേർന്നിരിക്കാം എന്ന് പറയുന്ന കർത്താവല്ല. ഈ രാത്രികാലം ഹല്ലേലൂയ ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നിന്റെ ഏത് സാഹചര്യത്തിലും, നീ കടന്നു പോകുന്ന ഏത് വേദനയിലും, ആമേൻ, നീ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധികളിലും, ഏത് പെരുവെള്ളത്തിന്റെ നടുവിലും ഹല്ലേലൂയ മാറിപ്പോകാത്ത ദൈവ സാന്നിധ്യം നൽകി തന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന്, ആമേൻ, സ്തോത്രം, തന്റെ മഹത്വമുള്ള നാമനിമിത്തം നിന്നെ വിടുവിക്കുന്ന നല്ല കർത്താവ്. ആ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും.